ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു അയിലക്കറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള അയിലക്കറിയാണ്. അതിനുവേണ്ടി 2 അയിലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 ചുവന്നുള്ളിയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച് ചേർക്കാനുള്ളതാണ്. ഇനി എടുത്തിട്ടുള്ളത് 2 കൊടംപുളിയാണ്. അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം ആവശ്യത്തിന് കടുകിട്ട് അതൊന്ന് പൊട്ടും വരെ വെയിറ്റ് ചെയ്യുക. കടുക് പൊട്ടിയതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഈ ഒരു പരുവത്തിലേക്ക് എത്തുമ്പോഴേക്കും നമുക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അരപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുളി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വേപ്പില ഉള്ളത് നമുക്ക് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി അടച്ച് വെച്ച് അത് നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്, തിള വന്നിട്ടുണ്ട്. ഇനി ഇത് പറ്റും വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ കറി പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഓയിലൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. മീനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ അയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അയിലക്കറി. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.